ഹലോ, നമ്മുടെയൊക്കെ വീട്ടിലെ കറിവേപ്പ് ചെടി ഒട്ടും വളരുന്നില്ല, ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നു എന്ന പരാതി പലർക്കുമുണ്ട് അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറിവേപ്പില ഒരൊറ്റ മാസം കൊണ്ട് കാട് പോലെ തഴച്ചു വളരാൻ സഹായിക്കുന്ന ലളിതമായ ഒരു കിടിലൻ സൂത്രവിദ്യയാണ്. ഒട്ടും പൈസ ചെലവില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനം മാത്രം മതി. വീഡിയോ മുഴുവനായി കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെറും 3 കാര്യങ്ങൾ കൊണ്ടാണ് കറിവേപ്പ് ചെടി മുരടിച്ചു പോകുന്നത്. അതിന് പരിഹാരം കാണുന്നതോടുകൂടി ചെടി നല്ല തഴച്ച് തന്നെ വളർന്നു കൊള്ളും. പിന്നെ നമുക്ക് ഇതേപോലെ ഇല നുള്ളിയാൽ മാത്രം മതി. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളിത് കേട്ടാൽ മാത്രം പോരാ, ഉടനെ തന്നെ ഇതിങ്ങനെ തന്നെ ചെയ്തു നോക്കണം, എന്നാലേ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഒത്തിരി കറിവേപ്പ് ചെടിയുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടിൽ നടുന്നത് കാണിക്കുന്നത്. അപ്പം ഇത് സാധാ ഒരു മണ്ണിലാണ് ഞാൻ നടുന്നത്. ചെടി ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല അസിഡിറ്റി ഉള്ള മണ്ണാണ്, അതുകൊണ്ടാണല്ലോ ചെടി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വളർന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ അസിഡിറ്റി ഉള്ള മണ്ണാകണമെന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചെടിക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്തത് നൈട്രജൻ അടങ്ങിയ വളമാണ് നമ്മുടെ കറിവേപ്പിന് വേണ്ടത്. കാര്യം നമ്മൾ ഇലയല്ലേ ഉപയോഗിക്കുന്നത്, അത് പൂക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഇല ഉപയോഗിക്കാൻ നമ്മൾ നൈട്രജൻ കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തഴച്ച് വളർന്നോളൂ. ഈ പറഞ്ഞ നൈട്രജൻ വളം ഇട്ട് കൊടുത്തിട്ടും ചെടി വളരുന്നില്ല എങ്കിൽ നിങ്ങൾ ചെടി നട്ട മണ്ണ് അസിഡിക് നേച്ചറുള്ള മണ്ണ് അല്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യം ചെയ്തു കൊടുക്കണം. ഈ ഒരു കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതിൻ്റെ ഇത്ര ഒരു നുള്ളെടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടിൽ ഇട്ട് കൊടുക്കാം. മണ്ണിൽ നിൽക്കുന്ന ചെടിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഒരു തടം എടുത്തിട്ട് അതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഇത് ചെടി പിടിച്ചു കഴിഞ്ഞിട്ട് വേണം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് കാണിക്കുന്നതെന്ന് മാത്രം. ചെടി ഇപ്പം ഞാൻ നട്ട് കൊടുത്തതല്ലേ ഉള്ളൂ. നിങ്ങളിത് നട്ട് ചെടിക്ക് വേരൊക്കെ വന്ന് കഴിയുമ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെടി തന്നെ നല്ല രീതിയിൽ തഴച്ചു വളർന്നോളും. നിങ്ങളുടെ കൈവശം കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം പുളിച്ച മോര് ഉപയോഗിക്കാം. അതും ഇല്ലെങ്കിൽ നാരങ്ങാ നീര് ഉപയോഗിക്കാം. ഇതിലൊക്കെ ഓരോ തരത്തിലുള്ള ആസിഡ് ഉണ്ടെന്ന് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, നാരങ്ങാ നീരിലും കാപ്പിപ്പൊടിയിലും എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്തായാലും ഒരു ആസിഡ് ഇതിൽ 3ലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ആസിഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വളർത്തിയെടുക്കാം. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് കീടനിയന്ത്രണമാണ്. വെള്ളീച്ചയും പുഴുക്കളുമാണ് സാധാരണ കണ്ടുവരുന്നത്. പിന്നെ ഇലകളിൽ ഇതേപോലെ കറുത്ത കുത്തുകളും കാണാറുണ്ട്. അതിന് നമുക്ക് ഈ മോരിൻ വെള്ളത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാന്താരി മുളക് ഇവ ചേർത്ത് ചെടിയിൽ തളിച്ചു കൊടുക്കാം. വേപ്പെണ്ണ തളിച്ചു കൊടുത്താൽ നമുക്ക് ആ ഇല ഉപയോഗിക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അതൊക്കെ മാറിയാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് കറിവേപ്പിൻ്റെ വിത്ത്. ഇത് നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കിളിർപ്പിച്ച് നല്ല കറിവേപ്പ് തൈ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതേപോലെ കറിവേപ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേപോലുള്ള പുഴുക്കളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതൊക്കെ കൈയോടെ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ നമുക്ക് പരിഹരിക്കാം. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും വീട്ടിൽ ഈസി ആയിട്ട് കറിവേപ്പ് വളർത്തിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു.